ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ദിവാലിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് അൺബോക്സിങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അൺബോക്സിങ് ആദ്യം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബോക്സ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കാം. അപ്പോൾ നല്ല പാക്കേജിങ് കാര്യങ്ങളാണ് എനിക്കവർ തരുമ്പം തന്നെ അടിപൊളിയാക്കിയിട്ട് തന്നിട്ടുള്ളത്. നല്ല ദീപാവലീൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ബോക്സൊക്കെ അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ നമ്മുടെ മൈസൂർ പാർക്കാണ് കേട്ടോ. അപ്പോൾ നല്ല മൈസൂർ പാർക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്വീറ്റ്സിലുള്ള കാര്യത്തിൽ എനിക്ക് ഇതുപോലത്തെ സാധനമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മുന്നിലായിട്ടുള്ള എനിക്ക് ഇൻഗ്രീഡിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പശു നെയ്യാണ് ഇതിന് മുന്നിൽ ഫസ്റ്റ് തന്നെ എനിക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നു കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് കയ്യിൽ പെട്ടെന്ന് തന്ന പോലെയുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം മധുരം കഴിക്കാത്ത ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് തലക്കൊക്കെ പിടിക്കും. പക്ഷേ കിട്ടിയാൽ ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാതെ ഒന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാഗ് രണ്ടാമത്തെ ബോക്സ് പൊട്ടിച്ചപ്പോഴും നമ്മുടെ മൈസൂർ പാക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും എന്താ കാണിച്ചു തന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വീണ്ടും വീണ്ടും ഇതെന്താ അവൾ കാണിച്ചു തരുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ബോക്സ് ഒന്നിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതേ ടേസ്റ്റുള്ള മൈസൂർ പാക്ക് തന്നെ. ഇത് കുറച്ച് ചെറിയൊരു കട്ടിയിൽ കൂടുതലായിട്ടുണ്ട്. നേരത്തെ ഭയങ്കര സോഫ്റ്റാണ്. ഇത് ചെറുതായിട്ടൊന്ന് ഉറച്ചിട്ടുണ്ട്. നല്ല ഈ ഒരു മാറ്റിയുള്ളൂ കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ബോക്സ് എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അടുത്ത ബോക്സ് ഞാൻ പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ബോക്സ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. നമ്മുടെ കഞ്ചു കാട്ടിൽ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ പേര് എനിക്കധികം പ്രൊണൗൺസ് ചെയ്യാൻ എനിക്കറിയത്തില്ല ഗൈസ്. അതാണ് സംഭവം കേട്ടോ. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ ഇതാണ് സംഭവം. ഇതിൻ്റെ മുകളിൽ ഒരു എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സിൽവർ കളറായിട്ടുള്ള ഒരു സംഭവം ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കഴിക്കുന്നത് നല്ലതാണോന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ കഞ്ചു എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ അതാണ് സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര മധുരയില്ല, നമ്മുടെ തലക്ക് പിടിക്കുന്ന പോലത്തെ മധുരമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല സ്വീറ്റ്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ അടുത്ത സ്വീറ്റ്സ് ഇതാണ് കേട്ടോ, നമ്മുടെ സോമ്പാപ്പൊടി. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ പഞ്ഞു മുട്ടായി, പുല്ല് മുട്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതേ സാധനം തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ച് മിക്സിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഇതല്ല. ഇത് നമ്മുടെ ബദാമും അതേപോലെ പിസ്തയൊക്കെ അതിൻ്റെയൊക്കെ ഫ്ലേവറാണ് കേട്ടോ. നമുക്കിത് സോമ്പാപ്പൊടി എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ പുല്ല് പോലെ തന്നെയുള്ള മുട്ടായി തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഫുള്ള് ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോക്കായി നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.